ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ഫെസിലിറ്റീസ് ആയിരിക്കും അവൈലബിൾ? ഇപ്പോൾ നമുക്കിവിടെ ഹെയറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തൊട്ട് നമ്മൾ ഈ റീജനറേറ്റീവ് തെറാപ്പി, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഇതായിട്ടുള്ളത്. നമ്മളിവിടെ ചെയ്യുന്ന ഒരു അഡ്വാൻസ് ബയോസ്റ്റിമുലേറ്റഡ് ഡയറക്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ PRP ട്രീറ്റ്മെൻറ്റ്, അങ്ങനത്തെ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ കൂടെ ഉണ്ടാവും. നമ്മൾ ഡയറക്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ചെയ്തിരുന്നപ്പോൾ മുടി എടുക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ 3000 ഫോളിക്കിൾസ് ഒക്കെ ആണെങ്കിൽ ആദ്യം മുടികളെല്ലാം എടുക്കും, അത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആദ്യം എടുത്ത മുടി നമ്മൾ ആദ്യം വെക്കുക. അങ്ങനെ വരുമ്പോഴും നമുക്കൊരു 3 hours 4 hours 3 hours ഒക്കെ ഹെയർ പുറത്തിരിക്കാം. ഇതിൽ നമ്മൾ ഈ ഔട്ട് ഓഫ് ബോഡി ടൈം വളരെ കുറയ്ക്കുക ചെയ്യുന്നത്. നമ്മൾ ആദ്യം മുടി വെക്കാനായിട്ടുള്ള ചെറിയ ഹോൾസ് ഉണ്ടാക്കും, സ്ലിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ ഏത് ആംഗിൾ ഡയറക്ഷൻ വേണം, അവിടെയാണ് ആക്ച്വലി സർജൻ്റെ സ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. നമ്മൾ ഏത് ആംഗിൾ ഡയറക്ഷനിൽ ഇത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആംഗിൾ ഡയറക്ഷനിൽ മുടി വളർന്നു വരാം. നമ്മൾ ആ നാച്ചുറാലിറ്റി വരാനായിട്ട് ഇത് നമ്മൾ നല്ലൊരു സർജൻ്റെ സ്കില്ല് അതിൽ ഡിപ്പെൻഡ് ചെയ്യും.